ചേട്ടാ നമ്മുടെ വണ്ടി ആ CB സെറ്റ് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ വർക്കിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ബാക്കിൻ്റെ ബ്രേക്സ് നമുക്കത് മാറ്റാറായിട്ടുണ്ട് കേട്ടോ. ബാക്കിൻ്റെ ബ്രേക്സ് നമുക്കത് മാക്സിമം ആണ്. ബാക്കിൻ്റെ ബ്രേക്സ് നമുക്ക് മാറ്റാറായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ചെയിൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ട് ഓയിൽ ഗ്രീസ് കൊണ്ടിട്ട് റെഡിയാക്കാം. അതുപോലെ തന്നെ എയർ ഫിൽറ്ററും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഹെഡിൻ്റെ ഈ സൈഡ് ഉണ്ട് ഒരു ഓയിൽ ലീക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഹെഡിൻ്റെ പീലിക്ക് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നമുക്ക് മാറ്റാനായിട്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് കണ്ടോ, പാഡ് തീർന്നിട്ട് മെറ്റൽ കയറിയിട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡും മാറണം. അതുപോലെ ഈ ഡിസ്ക് ബ്രേക്ക് കണ്ടോ ഫുള്ളായിട്ട് അയച്ച് നമുക്കത് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ഇതിൻ്റെ ഈ പിസ്റ്റണൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഫുള്ളായിട്ട് ഒന്ന് അയച്ച് റീസെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു എഞ്ചിന് ഒരു സപ്രസീവ് വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റിക്കളയണം. അതേപോലെ വൈസറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ വൈസറൊക്കെ നമുക്കത് വലിയ അളക്കില്ലാത്ത രീതിയിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ വണ്ടി തീരെ വലിയുണ്ടാവില്ല. അത് നമ്മുടെ ഈ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ഡിസ്ക്. ഈ ക്ലച്ച് ഡിസ്കും ഈ പ്ലേറ്റുകളാണ് നമുക്കത് മാറേണ്ടത്. അപ്പോൾ ഈ ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റും മാറിയിട്ട് അതങ്ങനെ റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പ്ലഗും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് നമുക്കത് മാറ്റണം. പ്ലഗ് നമുക്കത് മാറ്റാനായിട്ട്. അതുപോലെ ബാറ്ററി സെൽഫ് വർക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ ബാറ്ററി തീരെ ചാർജ് ഉണ്ടായില്ല. അപ്പോൾ ബാറ്ററി നമുക്ക് ചാർജ് ഇട്ടിട്ടുണ്ട്. ചാർജ് ഇട്ട് നോക്കിക്കഴിഞ്ഞാലാണ് ബാറ്ററിയുടെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചേട്ടൻ വരുമ്പോൾ ആ ബാറ്ററി കാർഡ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി കാർഡ് ഒന്ന് കൈ പിടിക്കണം കേട്ടോ. അതിൻ്റെ വാറണ്ടി കാർഡേ അതൊന്ന് കൈ പിടിക്കണം. പിന്നെ ഇതൊക്കെ ക്ലച്ചിൻ്റെ പാർട്സുകളാണ്. വേറെ പിന്നെ പറയുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല. കംപ്ലൈൻറ്റുകളൊക്കെ ഇതാണ്. അത്യാവശ്യം വർക്ക് ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഞാൻ എല്ലാ വർക്കും കൂടി നോക്കിയിട്ടൊരു എസ്റ്റിമേറ്റ്, ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. നമ്മൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മാറ്റം കളയാം. അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ തരാം ഏകദേശം. ഓക്കെ.